ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്, കഥയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയുള്ള പെണ്ണാട് എന്നാണ് കഥയുടെ പേര് അല്ലേ, പാഠത്തിന്റെ പേര്. അപ്പൊ എല്ലാവരും പാഠഭാഗം വായിച്ചെന്ന് ടീച്ചർ കരുതുന്നു. നമുക്കിന്ന് അതിന്റെ കണ്ടിന്യൂഷൻ പഠിക്കാം. എന്താണ് കഥ നമ്മൾ പഠിച്ചു നിർത്തിയത്, ഏതുവരെയാണെന്ന് ആലോചിച്ച് എല്ലാവരും തിങ്ക് ചെയ്തേ. ടീച്ചർ പറയട്ടെ. കുറുക്കനും കുറുക്കച്ചിയും അല്ലെ, സൂത്രക്കാരായ കുറുക്കനും കുറുക്കച്ചിയും ആടുകളെ വശിക്കുന്ന കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം എന്താണ്, ആടിനോട് കുറുക്കച്ചി പറയുകയാണ്, കുറുക്കച്ചിയുടെ ഭർത്താവ് കുറുക്കൻ മരിച്ചുപോയി, ഒന്ന് ഓടി വരും, എനിക്ക് ആരുമില്ല, ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് ആടിൻ്റെ അടുത്ത് പോവുകയും ആടിനോട് പറയുന്നു. ആട് പേടിച്ചു പോയി. വിശ്വസിക്കാവോ എന്ന് ആടിന് അറിയില്ല. എന്താണ്, കുറുക്കൻ മരിച്ചുവോ എന്ന് അറിയില്ല. പേടിച്ച് കുറുക്കച്ചിയോടൊപ്പം ആര് പോകുന്നു, ആട് പോവുകയാണ്. നമുക്ക് തുടർന്ന് വായിക്കാം, ടെക്സ്റ്റിൽ വായിക്കാം. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ്, പേജ് നമ്പർ 14. അവൾ കുറുക്കച്ചിയുടെ പുറകെ കുറുക്കൻ കിടന്നിരുന്നിടത്തേക്ക് പോയി. ഓരോ ചുവടും ശ്രദ്ധയോടെയാണ് വച്ചത്. ഏത് നിമിഷവും ഒരപകടം അവൾ പ്രതീക്ഷിച്ചു. കണ്ണടച്ച് അനങ്ങാതെ കിടന്നിരുന്ന കുറുക്കൻ കാലൊച്ച കേട്ട് പതിയെ കണ്ണു തുറന്നു. ആട് അത് കണ്ടു. കുറുക്കൻ ചത്തതല്ല, ഈ വഞ്ചകി എന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ആട് ഓടി രക്ഷപ്പെട്ടു. കുറുക്കച്ചി കുറുക്കനെ കുറെ ശകാരിച്ചു. ഏതായാലും ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ആടിൻ്റെ അടുത്തെത്തി. ആടിനെ കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് സന്തോഷത്തോടെ പറഞ്ഞു, ചങ്ങാതി, നീ വലിയ ഉപകാരമാണ് ചെയ്തത്. നീ അടുത്തെത്തിയപ്പോൾ എൻ്റെ ഭർത്താവിന് ബോധം തെളിഞ്ഞു. മരിച്ചെന്ന് കരുതിയ ആൾ ജീവിച്ചു. എല്ലാം നീ കാരണമാണ്. നിനക്ക് ഞാനൊരു വിരുന്നൊരുക്കാം, വീട്ടിലേക്ക് വരൂ. കുറുക്കച്ചിയുടെ വർത്തമാനം കേട്ടപ്പോഴേ ആടിന് കാര്യം പിടികിട്ടി. വീണ്ടും തന്നെ പാട്ടിലാക്കാനുള്ള ശ്രമമാണ്. ഇവളെ ഒരു പാഠം പഠിപ്പിക്കണം ആട് തീരുമാനിച്ചു. ഞാൻ വരാം, പക്ഷെ എൻ്റെ കൂടെ കുറെ കൂട്ടുകാരും ഉണ്ടാവും. അവർക്കും സദ്യ കൊടുക്കുമോ? ആട് ചോദിച്ചു. പിന്നെന്താ, ആരാ നിന്റെ കൂട്ടുകാർ? കുറുക്കച്ചിക്ക് കൗതുകമായി. കുറെ വേട്ട പട്ടികളാണ് കൂട്ടുകാർ, ആട് പറഞ്ഞു. ഒരു വേട്ടപ്പട്ടി വന്നാൽ പോലും അപകടമാണ്. ഒന്നും മറുപടി പറയാൻ നിൽക്കാതെ കുറുക്കച്ചി ജീവനും കൊണ്ടോടി. അവസാനം എന്തായിരുന്നു ആടിൻ്റെ സൂത്രം? ഒരു വേട്ടപ്പട്ടി വന്നാൽ പോലും അപകടമാണ് എന്നും ഒന്നും മറുപടി പറയാതെ നിൽക്കാതെ തന്നെ കുറുക്കച്ചി എന്താ ചെയ്തു? ജീവനും കൊണ്ട് ഓടി. അവസാനത്തെ ആടിൻ്റെ സൂത്രം അതായിരുന്നു. കുറുക്കച്ചി വിചാരിച്ചു, എന്താ, ആടിനെ ഭക്ഷിക്കാമെന്ന് കരുതിയാണ് കുറുക്കച്ചി കരുതിയിരുന്നതല്ലേ. യെസ്, നമുക്ക് ഈ പാഠം തീർന്നു. ഇതുവരെ ഈ സ്റ്റോറി കംപ്ലീറ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. നമുക്ക് ടെക്സ്റ്റ് ആക്ടിവിറ്റീസിലോട്ട് നോക്കാം. ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യാം. Okay, my dear children, all are take a notebook and write today's date and day. Then വിപരീത പദം എഴുതുക. ടെക്സ്റ്റിലെ പേജ് നമ്പർ 15. ടെക്സ്റ്റ് പേജ് നമ്പർ 15. ഓക്കെ, വിപരീത പദം എഴുതുക. ശ്രദ്ധ, അശ്രദ്ധ. സന്തോഷം, സന്താപം. പര്യായം എഴുതുക. ഭർത്താവ്, പതി, കാന്തൻ. കുറുക്കൻ, ഊളൻ, നരി. ചങ്ങാതി, സുഹൃത്ത്, തോഴൻ. വൺസ് മോർ ടു റീഡിങ്. ഭർത്താവ്, പതി, കാന്തൻ. കുറുക്കൻ, ഊളൻ, നരി. ചങ്ങാതി, സുഹൃത്ത്, തോഴൻ. പിരിച്ചെഴുതുക. പെണ്ണാട്, പെണ്ണ് അധികം ആട്, ആട് ഉണ്ടല്ലോ. പെണ്ണ് അധികം ആട്. എന്നോടൊപ്പം, എന്നോട് അധികം ഒപ്പം, എന്നോട് അധികം ഒപ്പം, എന്നോടൊപ്പം, എന്നോട് അധികം ഒപ്പം. ആരുമില്ല, ആരും അധികം ഇല്ല, ആരുമില്ല, ആരും പ്ലസ് ഇല്ല. കാലൊച്ച, കാല് പ്ലസ് ഒച്ച,
കാലൊച്ച, കാല് പ്ലസ് ഒച്ച. ശ്രമമാണ്, ശ്രമം പ്ലസ് ആണ്, ശ്രമമാണ്, ശ്രമം പ്ലസ് ആണ്. നീയല്ലാതെ, നീ പ്ലസ് അല്ലാതെ, നീയല്ലാതെ, നീ പ്ലസ് അല്ലാതെ. ചേർത്തെഴുതുക. കണ്ണ് പ്ലസ് അടച്ച്, കണ്ണടച്ച്, കണ്ണ് പ്ലസ് അടച്ച്, കണ്ണടച്ച്. ചത്തത് പ്ലസ് അല്ല, ചത്തതല്ല. അടുത്ത് പ്ലസ് എത്തി, അടുത്തെത്തി. ഉണ്ടല്ലോ, അടുത്തെത്തി. വിരുന്ന് പ്ലസ് ഒരുക്കാം, വിരുന്നൊരുക്കാം, വിരുന്ന് പ്ലസ് ഒരുക്കാം, വിരുന്നൊരുക്കാം. വൺസ് മോർ ടു റീഡിങ്. കണ്ണ് പ്ലസ് അടച്ച്, കണ്ണടച്ച്. ചത്തത് അല്ല, ചത്തതല്ല, ചത്തത് പ്ലസ് അല്ല, ചത്തതല്ല. അടുത്ത് പ്ലസ് എത്തി, അടുത്തെത്തി. വിരുന്ന് പ്ലസ് ഒരുക്കാം, വിരുന്നൊരുക്കാം. ഇത്രയും നല്ല ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് എഴുതുക. ശ്രദ്ധിച്ചെഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. Hello, good morning everyone. How are you? All are fine? Okay, then which day is today? Yes, today is Tuesday. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, എല്ലാവരും റെഡി, ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിരിക്കുവാണല്ലേ പഠിക്കാനായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ദ ഡോൾസ് ഫെസ്റ്റിവൽ ആണല്ലേ. ഡോൾസ് ഫെസ്റ്റിവൽ, ഗോലു ഫെസ്റ്റിവലിനെ കുറിച്ച് പഠിച്ചു. ഒരു ജാപ്പനീസ് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ഏതാണ്? ഇനമാട്സുരി. ഇനമാട്സുരിയെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് അതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡി ആയിരിക്കുവാണല്ലേ? ഓക്കെ. Okay, all of you take your textbook, page number 22 edukku, page number 22. Listen here. Meanings. Odd numbers, numbers that cannot be divided exactly by 2. Numbers that cannot be divided exactly by 2. കൃത്യമായി വിഭജിക്കാൻ കഴിയാത്ത നമ്പേഴ്സിനെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഡിവോഷണൽ, റിലേറ്റഡ് ടു റിലീജിയസ് വർഷിപ്പ്, എന്താ പറയുന്നത്? മതാരാധനയുമായി ബന്ധപ്പെട്ടതിനെയാണ് നമ്മൾ ഡിവോഷണൽ എന്ന് പറയുന്നത്. റിലേറ്റഡ് ടു റിലീജിയസ് വർഷിപ്പ്, മത ആരാധനയുമായി ബന്ധപ്പെട്ടത്. ഓർണമെൻ്റൽ, ബ്യൂട്ടിഫുൾ ആൻഡ് യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ. എന്താണ് ഓർണമെൻ്റൽ? ബ്യൂട്ടിഫുൾ ആൻഡ് യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ, മനോഹരവും അലങ്കാരത്തിനായും ഉപയോഗിക്കുന്നവയാണ് ഓർണമെൻറ്റ്സ് അല്ലേ. ബ്യൂട്ടിഫുൾ ആൻഡ് യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ. Emperor, a ruler of many countries, എന്താ പറയുന്നത്? പല രാജ്യങ്ങളുടെയും എംപറർ, ഭരണാധികാരി. നെക്സ്റ്റ് നോക്കൂ. റൊട്ടീൻ, ആക്ഷൻ ഡൺ റെഗുലർലി, നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ആക്ഷൻസ്. ആക്ഷൻ ഡൺ റെഗുലർലി, കൃത്യമായി ചെയ്തു വരുന്ന കാര്യങ്ങൾ, റൊട്ടീൻ. നെക്സ്റ്റ് നോക്കിയേ. ഡിലീഷ്യസ്, വെരി ടേസ്റ്റി. ഡിലീഷ്യസ് എന്താണ്? വെരി ടേസ്റ്റി. കോർട്ടിയർ, എ കിങ് കമ്പാനിയൻസ് ഇൻ ഹിസ് കോർട്ട്. രാജാവിൻ്റെ കൂട്ടാളിയാണ് കോർട്ടിയേഴ്സ്. എ കിങ്സ് കമ്പാനിയൻ ഓൺ ഹിസ് കോർട്ട്. എ കിങ്സ് കമ്പാനിയൻ, രാജാവിൻ്റെ കൂട്ടാളിയെയാണ് നമ്മൾ കോർട്ടിയർ എന്ന് പറയുന്നത്. ഫാസിനേറ്റിംഗ്, എന്താ മീനിങ്? വെരി ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് നോക്കിയേ. കോംപ്രഹെൻഷൻ. ടിക്ക് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ ട്രൂ, ക്രോസ് ദ ഫോൾസ് ഓൺസ്. എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ച ഡോൾസ് ഫെസ്റ്റിവലിലെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ട്രൂ ഓർ ഫോൾസ് നമ്മൾ കണ്ടെത്തുക. ഫസ്റ്റ് വൺ നോക്കിയേ. ഗോലു ഈസ് സെലിബ്രേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. ഗോലു എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണോ? അല്ല അല്ലേ. ഗോലു സെലിബ്രേറ്റഡ് ഇൻ തമിഴ്നാടു ആണ് അല്ലേ. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്.
Navaratri celebration last for 15 days. Navaratri celebrations last for 15 days. Statement true ആണോ? അല്ല, 15 days അല്ല അല്ലേ, അപ്പോൾ false ആണ്. Sundal contains pulses. Sundal contains pulses. True ആണ് അല്ലേ. Hinamatsuri is also called Women's Day. Hinamatsuri is also called Women's Day എന്നാണോ പറയുന്നത്? അല്ല അല്ലേ, Girls Day. False ആണ് സ്റ്റേറ്റ്മെന്റ്. Amasak is a Golu special dish. Amasak എന്ന് പറയുന്ന ഗോലു സ്പെഷ്യൽ ഡിഷ് ആണോ? അല്ല അല്ലേ, അപ്പോൾ false ആണ് എഴുതാനുള്ളത്. എഫ് ആണ് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. A2-ൽ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. വാട്ട് ആർ ദ തിങ്സ് വി ഡു ഓൺ ഫെസ്റ്റിവൽ ഡേയ്സ്? വാട്ട് ആർ ദ തിങ്സ് വി ഡു ഫെസ്റ്റിവൽ ഡേയ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ്? എന്തൊക്കെയാണ് പറഞ്ഞത്? വി പ്രേ ടു ഗോഡ്, വെയർ കളർഫുൾ ക്ലോത്ത്സ് ആൻഡ് മീറ്റ് റിലേറ്റീവ്സ്. പിന്നെന്താണ്? ഫ്രണ്ട്സ്. വി ഓൾസോ എക്സ്ചേഞ്ച് ഗിഫ്റ്റ്, സിങ്, ഡാൻസ് ആൻഡ് ഈറ്റ് ടേസ്റ്റി ഫുഡ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫെസ്റ്റിവൽ ഡേയ്സിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും അല്ലേ, പിന്നെ പുതിയ വസ്ത്രങ്ങൾ, ക്ലോത്ത്സ് ഒക്കെ ധരിക്കും, പിന്നെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യും. വി ഓൾസോ എക്സ്ചേഞ്ച് ഗിഫ്റ്റ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കും അല്ലേ, ഗിഫ്റ്റ് കൊടുക്കും. പാട്ടുപാടി ഡാൻസ് ചെയ്ത് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാണ് നമ്മൾ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യാറല്ലേ. നെക്സ്റ്റ് നോക്കിയേ. റൈറ്റ് 3 things people do to celebrate ഗോലു. നോക്കൂ, ഗോലു സെലിബ്രേറ്റ് ചെയ്യുന്ന പീപ്പിൾസ് ഗോലു സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ 3 things അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, യങ് ഗേൾസ് ആൻഡ് വുമൺ അറേഞ്ച് ഡോൾസ് ഓൺ ലാർജ് സ്റ്റാൻഡ്. എന്താ ചെയ്യുന്നത്? യങ് ഗേൾസും വുമൻസും കുട്ടികളും മുതിർന്നവരൊക്കെ എന്ത് ചെയ്യും? ലാർജ് സ്റ്റാൻഡിൽ എന്ത് അറേഞ്ച് ചെയ്യും? ഡോൾസ് അറേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ അത് എ ആയി. ബി എന്താണ്? രണ്ടാമത്തെ കാര്യം എന്താണ്? പീപ്പിൾ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ് ടു ദെയർ ഹോം. പിന്നെ എന്താണ്? ഇതൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ട് ആൾക്കാർ അവരുടെ റിലേറ്റീവിനെയും ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലോട്ട് ഇത് കാണാനായിട്ട് ഇൻവൈറ്റ് ചെയ്യും അല്ലേ. തേർഡ് വൺ എന്താണ്? പീപ്പിൾ സിങ് ഡിവോഷണൽ സോങ്സ് ആൻഡ് പ്ലേ മ്യൂസിക്. പിന്നെ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഡിവോഷണൽ മതാരാധനയുമായി ബന്ധപ്പെട്ട പാട്ടുകളിട്ട് അവർ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഹൗ ഡു ദ ജാപ്പനീസ് സെലിബ്രേറ്റ് ഹിനമാറ്റ്സുരി ഫെസ്റ്റിവൽ? എങ്ങനെയാണ് ഹിനമാറ്റ്സുരി ഫെസ്റ്റിവൽ? ആരാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജാപ്പനീസ് ആണ് അല്ലേ. ജാപ്പനീസ് ആണ് ഹിനമാറ്റ്സുരി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ദ ഹിനമാറ്റ്സുരി ഡോൾസ് ആർ അറേഞ്ച്ഡ് ഓൺ റെഡ് പ്ലാറ്റ്ഫോം. അവരെങ്ങനെയാണ്? ഒരു റെഡ് പ്ലാറ്റ്ഫോമിലാണ് ഡോൾസ്, ഓർണമെൻ്റൽ ഡോൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അവരുടെ എന്തിൻ്റെയൊക്കെയാണ്? എംബറേഴ്സ്, എംബ്രസ്, അറ്റൻഡേഴ്സ്, മ്യൂസീഷ്യൻസ് ആൻഡ് കോർട്ടിയർ, ആർട്ടിസ്റ്റ്, പ്ലൈറൂൺസ്. അവരെന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? ഡോൾസിൽ എംബറേഴ്സിൻ്റെ, മ്യൂസീഷ്യൻ്റെ, പിന്നെ കോർട്ടിയേഴ്സിൻ്റെ ഒക്കെയാണ് ഡോൾസാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ നോക്കി. റൈറ്റ് ദ നൈംസ് ഓഫ് 2 ഫെസ്റ്റിവൽ യു ലൈക്ക് ടു സെലിബ്രേറ്റ്. നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ഏതൊക്കെയായിരിക്കും? ചിലപ്പോൾ ദീപാവലി കാണും, ഓണം കാണും, ക്രിസ്മസ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഫെസ്റ്റിവൽസ് ചൂസ് ചെയ്ത് റൈറ്റ് 3 things യു ലൈക്ക് അബൌട്ട് ഈച്ച്. അതായത് നിങ്ങൾക്ക് ആ ഫെസ്റ്റിവൽ എന്തുകൊണ്ടാണ് ഇഷ്ടം, അതെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാറ് എന്നൊക്കെ ഉള്ളതൊരു കുറച്ച് നിങ്ങൾ നോട്ടിൽ സ്വന്തമായിട്ട് എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. നമുക്ക് നോട്ട് ബുക്കിലെ കുറച്ച് വർക്ക്സ് ചെയ്യാം. ഫസ്റ്റ് മീനിങ് നോക്കിയേ. ഓഡ് നമ്പേഴ്സ്. എന്താണ് ഓഡ് നമ്പേഴ്സ് മീനിങ്? നമ്പേഴ്സ് ദാറ്റ് ക്യാൻ നോട്ട് ബി ഡിവൈഡഡ് എക്സാക്ട്ലി ബൈ 2 അല്ലേ. നെക്സ്റ്റ് നോക്കൂ. ഡിവോഷണൽ. റിലേറ്റഡ് ടു റിലീജിയസ് വർഷിപ്പ്. എന്താണ് ഡിവോഷണൽ മീനിങ്? മതാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ഡിവോഷണൽ എന്ന് പറയുന്നത്. നോക്കൂ നെക്സ്റ്റ്. ഡിലീഷ്യസ് വെരി ടേസ്റ്റി. നെക്സ്റ്റ് നോക്കൂ. എംപറർ, എ റൂളർ ഓഫ് മെനി കൺട്രീസ്. എംപറർ എന്താണ് മീനിങ്? പല രാജ്യങ്ങളുടെയും ഭരണാധികാരിയാണ് നമ്മൾ എംപറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. റൊട്ടീൻ, ആക്ഷൻ ഡൺ റെഗുലർലി. നമ്മൾ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് റൊട്ടീൻ എന്ന് പറയുന്നത്. ദിനം ഓരോ ദിവസവും ചെയ്യുന്ന റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റൊട്ടീൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ. ടിക്ക് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ ട്രൂ ക്രോസ് ദ ഫോൾസ് വൺസ്. നമ്മുടെ ടെക്സ്റ്റിൽ കണ്ട ആക്ടിവിറ്റി ആയിരുന്നു ട്രൂ ഓർ ഫോൾസ് ചെയ്താൽ. സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഗോലു ഈസ് സെലിബ്രേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. ഗോലു ഈസ് സെലിബ്രേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണോ? അല്ല അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഫോൾസ്. നെക്സ്റ്റ് നോക്കിയേ. നവരാത്രി സെലിബ്രേഷൻ ലാസ്റ്റ് ഫോർ 15 days. നവരാത്രി സെലിബ്രേഷൻ ലാസ്റ്റ് ഫോർ 15 days. ആണോ? ട്രൂ ആണോ? നോ, ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. സണ്ടൽസ് കണ്ടെയ്ൻ പൾസസ്. സണ്ടൽ കണ്ടെയ്ൻസ് പൾസസ്. ട്രൂ, കറക്റ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ. ഹിനമാറ്റ്സുരി ഈസ് ഓൾസോ കോൾഡ് വുമൻസ് ഡേ. ഹിനമാറ്റ്സുരി എന്താണ്? വുമൻസ് ഡേ എന്നാണോ പറയുന്നത്? അല്ല അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് നോക്കി. അമാസക് ഈസ് എ ഗോലു സ്പെഷ്യൽ ഡിഷ്. അമാസക് എന്ന് പറയുന്ന ഗോലു സ്പെഷ്യൽ ഡിഷ് ആണോ? അല്ല അല്ലേ. അപ്പോൾ ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. Okay, next one നോക്കിയേ. Answer these questions. What are the things we do on festival days? What are the things we do on festival days? Festival days നമ്മൾ ചെയ്യുന്ന തിങ്സ് എന്തൊക്കെയാണ്? We pray to God. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. പിന്നെ wear colorful clothes and meet relatives and friends. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ കളർഫുൾ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യും അല്ലേ. വി ഓൾസോ എക്സ്ചേഞ്ച് ഗിഫ്റ്റ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റ്സ് കൈമാറും. സിങ്, ഡാൻസ് ആൻഡ് ഈറ്റ് ടേസ്റ്റി ഫുഡ്. പിന്നെ എന്തൊക്കെയാണ്? പാട്ടുപാടി ഡാൻസ് കളിച്ചൊക്കെയാണ് നമ്മൾ ആഘോഷിക്കാറ്. ഈറ്റ് ടേസ്റ്റി ഫുഡ്. പിന്നെ എന്താണ്? നമ്മൾ രുചികരമായ ഫുഡും കഴിക്കാറുണ്ട് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് 3 things people do to celebrate ഗോലു. 3 തിങ്സ് സെലിബ്രേറ്റ് ഗോലു സെലിബ്രേറ്റ് ചെയ്യുമ്പോഴുള്ള 3 തിങ്സ് ഏതൊക്കെയാണ്? 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? എ, യങ് ഗേൾസ് ആൻഡ് വുമൺ അറേഞ്ച് ഡോൾസ് ഓൺ ദ ലാർജ് സ്റ്റാൻഡ്. യങ് ഗേൾസ് ആൻഡ് വുമൺ അറേഞ്ച് ഡോൾസ് ഓൺ എ ലാർജ് സ്റ്റാൻഡ്. ബി നോക്കൂ. പീപ്പിൾ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ടു ദെയർ ഹോം. സി, പീപ്പിൾ സിംഗ് ഡിവോഷണൽ സോങ്സ് ആൻഡ് പ്ലേ മ്യൂസിക്. അങ്ങനെ 1 A B C 3 പോയിന്റ്സ് ആണ് ഉള്ളത്. തേർഡ് വൺ നോക്കൂ. ഹൗ ഡു ദ ജാപ്പനീസ് സെലിബ്രേറ്റ് ഹിനമാറ്റ്സുരി ഫെസ്റ്റിവൽ. എങ്ങനെയാണ് ജാപ്പനീസ് ഫെസ്റ്റിവൽ ഹിനമാറ്റ്സുരി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ദ ഹിനമാറ്റ്സുരി ഡോൾസ് അറേഞ്ച് ഓൺ എ റെഡ് പ്ലാറ്റ്ഫോം. അവർ എന്താ ചെയ്യുന്നത്? റെഡ് പ്ലാറ്റ്ഫോമിലാണ് ഡോൾസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓർണമെൻ്റൽ ഡോൾസ് ഓഫ് ദ എംപറർ, എംപ്രസ്, അറ്റൻഡൻറ്റ്, മ്യൂസീഷ്യൻസ് ആൻഡ് courtier are displayed on it. Fourth one നോക്കിയേ. Write the names of 2 festivals you like to celebrate. Write 3 things you like about each of them. എന്താണ്? നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു 2 ഫെസ്റ്റിവൽസിൻ്റെ പേര് എഴുതുക. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അതെങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറെന്നുള്ളത് കുറച്ച് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ. My dear children, good morning everyone. Are happy now? നമുക്ക് ഹിന്ദിയാണ് പഠിക്കേണ്ടത്. ഹിന്ദിയിൽ നമ്മൾ ഖുഷിയാ പ്രഭാതരായ എന്ന് പറഞ്ഞ കവിത പഠിച്ചു കഴിഞ്ഞു. നമുക്കിത് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യണം കേട്ടോ. എല്ലാവരും കവിത വായിച്ച് പഠിച്ചോ? നമുക്ക് പഠിക്കണം. അത് ഫസ്റ്റ് 4 lines കാണാതെ പഠിക്കണം. ഫുൾ വായിച്ച് നല്ലതുപോലെ മനസ്സിലാകണം. അതിൻ്റെ വേർഡ്സ് ഹാർഡ് വേർഡ്സ് ഒക്കെ ടീച്ചർ തന്നു. അതൊക്കെ എഴുതി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ടെക്സ്റ്റിൻ്റെ വേർഡ്സ് ഇംഗ്ലീഷ് മീനിങ് തരുന്നുണ്ട്, അത് പഠിക്കണം. ഹിന്ദി അതിൻ്റെ വേർഡ്സ് പഠിക്കണം. ദെൻ ക്വസ്റ്റ്യൻസ് ആൻസർ ദ ഫോളോയിങ് ഉണ്ട്. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ടീച്ചർ. അതെല്ലാം നമുക്ക് നീറ്റായിട്ട് എഴുതാം, പഠിക്കാം. ഓക്കെ, നോട്ട്ബുക്ക് എടുക്കാം എല്ലാം. നമുക്ക് ആദ്യം ടെക്സ്റ്റ് വായിച്ചിട്ട് ടെക്സ്റ്റിൽ നയ ശബ്ദമുണ്ട്, അത് പഠിച്ച് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് നോട്ട്ബുക്കിൽ തരാം. ആദ്യം നമുക്ക് ടെക്സ്റ്റ് നോക്കാം. നയ ശബ്ദം വായിച്ചിട്ട് നമുക്ക് നോട്ട്ബുക്ക് എടുക്കാം കേട്ടോ. ടേക്ക് ഒരു ടെക്സ്റ്റ്. ശ്രുത് ലേക്ക്, പേജ് നമ്പർ 13. ടെക്സ്റ്റ് പേജ് നമ്പർ 13. പ്രഭാ, പൂർ, സൂര്യ, പ്രകാശ്, സുന്ദർ, വൃത്, स्वच्छ, स्वर, सुगंधित, आंगन, गूंज,
मंथ, नए शब्द, प्रभात, सवेरा, युवक, युवा, स्वच्छ, साफ, मंथ, धीमी, प्रकाश, रोशनी, वृत्त, बूढ़े, शीतल, ठंडा, सुगंधित, खुशबू वाली. All are taken notebook and write today's date and day. Then नए शब्द. Text page number 13 ആണ്. അതിൽ നിന്ന് ടീച്ചർ എടുത്ത നോട്ടാണിത്. നോട്ട്സാണ്, മീനിങ്സ് ആണ് കേട്ടോ. നമ്മൾ ഹിന്ദി വായിച്ചു, ദെൻ ഇനി ഇംഗ്ലീഷ് മീനിങ് ടീച്ചർ തന്നിരിക്കുവാണ്, അതും പഠിക്കുക കേട്ടോ, എഴുതണം. പ്രഭാത്, പ്രഭാത്, സവേര, മോർണിംഗ്. प्रभात, सवेरा, मॉर्निंग. युवक, युवा, ये यंग मैन. युवक, युवा, ये यंग मैन. स्वच्छ, साफ, क्लीन. എന്താണ് ഇംഗ്ലീഷ് വേർഡ്? സ്വച്ഛ്, സാഫ്, ക്ലീൻ. മത്, 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 धीमी, स्लोइली. प्रकाश, रोशनी, लाइट. वृद्ध, बूढ़े, ओल्ड मैन. शीतल, ठंडा, कूल. सुगंधित, खुशबू वाली, फ्रैग्रेंट. सुगंधित, खुशबू वाली, फ्रैग्रेंट. नीचे दिए प्रश्नों के उत्तर दीजिए. मौखिक. आंसर द फॉलोइंग है केട്ടോ. फर्स्ट वन, जीवन में खुशियाँ कौन लाया? जीवन में खुशियाँ कौन लाया? जीवन में खुशियाँ प्रभात लाया. जीवन में खुशियाँ प्रभात लाया. രണ്ടാമത്തെ क्वेश्चन, जब पूर्व से सूर्य निकलता है तब उसका रंग कैसा होता है? Once more to reading question. जब पूर्व से सूर्य निकलता है तब उसका रंग कैसा होता है? आंसर, जब पूर्व सूर्य निकलता है तब उसका रंग लाल होता है. जब पूर्व सूर्य निकलता है तब उसका रंग लाल होता है. थर्ड क्वेश्चन, थर्ड क्वेश्चन, नव प्रकाश कहाँ फैला? नव प्रकाश जग में फैला. फोर्थ वन, किनका स्वर गूंजना लगा? पंछियों का स्वर गूंजना लगा. देन फिफ्थ वन, कौन खिल उठे? सुंदर सुंदर फूल खिल उड़े. कौन खिल उड़े? सुंदर सुंदर फूल खिल उड़े. सही शब्द चुनकर वाक्य पूरे कीजिए. फिल इन द ब्लैंक्स ആണ് കേട്ടോ. फर्स्ट वन, सूरज के निकलते ही डैश उठ गए युवक. सूरज के निकलते ही डैश उठ गए युवक. सेकेंड वन, हर सुबह डैश में नव प्रकाश फैलता है. जग, जग में नव प्रकाश फैलता है. देन थर्ड क्वेश्चन, डैश खुशियाँ लाता है? प्रभात. डैश खुशियाँ लाता है? प्रभात. फोर्थ वन, सूर्य डैश में खुशियाँ लाता है? जीवन. सूर्य डैश में खुशियाँ लाता है? जीवन. फिफ्थ वन, फूल डैश है? सुंदर है. फूल डैश है? सुंदर. ഇത്രയും ക്ലിയർ ആയിട്ട് എഴുതി ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുക. എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണേ.